ഹരേ കൃഷ്ണ. എല്ലാവർക്കും വൈകുണ്ഠത്തിലേക്ക് സ്വാഗതം. നാളെ ഗുരു പൂർണിമയാണ്. നമ്മൾ ഇന്ന് ഗുരു പൂർണിമയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം. നാളെ ഗുരുപൂർണിമയായിട്ട് നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ മക്കളെ കൊണ്ട് എന്താണ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്? നമ്മളെല്ലാവരും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യത്തിൽ നമുക്ക് ഒരുപാട് ഗുരുക്കന്മാർ ഉണ്ടാവും. നമ്മുടെ മക്കളിൽ നിന്ന് തുടങ്ങാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും മക്കള് വിദ്യാഭ്യാസത്തിലായിരിക്കാം. നാളെ അവരുടെ അധ്യാപകർക്ക് ഒരു ദക്ഷിണ കൊടുക്കാൻ ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പോസിബിൾ ആണോ എന്നുള്ളതാണ്, സാധ്യമാകുമോ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ സംശയം. പലയിടത്തും അധ്യാപകന് ഒരു ദക്ഷിണ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാകില്ല. സ്കൂളുകളിലൊക്കെ സാധിച്ച കൊടുക്കുക. അത് ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനും സർവ്വ ഐശ്വര്യത്തിനും പ്രധാനമുള്ളൊരു കാരണമാണ്. നമുക്കത് ഈ ദക്ഷിണ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കോടി വാങ്ങിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്വീറ്റ്സ് ബോക്സ് വാങ്ങിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു നാണയം വെച്ചിട്ട് ഒരു അടക്കയും വെറ്റിലയും വെച്ചിട്ട് ദക്ഷിണ കൊടുക്കാം. എന്തെങ്കിലും ഒന്ന് സമർപ്പിച്ചിട്ട് ആ പാദത്തിൽ ഒന്ന് തൊട്ട് തൊഴുക. അതൊരു വലിയ കാര്യമാണ്. മക്കൾ പഠിക്കുന്ന ആൾക്കാർ, ഇത് കേൾക്കുന്നവര് നിങ്ങളുടെ മക്കളോട് പറഞ്ഞ് നാളെ ഒന്നെങ്കിൽ സ്കൂളിൽ പറ്റില്ലെങ്കിൽ ലീസ്റ്റ് അവരെ പഠിപ്പിക്കുന്ന മറ്റേതെങ്കിലും ഒരു അധ്യാപകർക്ക് ഈ രീതിയിൽ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത്യുത്തമമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഏത് തരത്തിലാവാം, നിങ്ങൾക്ക് ഏത് തരത്തിൽ എന്തും സമർപ്പിക്കാം. നമ്മുടെ മനസ്സാണ്. അവരാ നെറുകയിൽ ഒന്ന് തൊട്ടിട്ട് നമ്മുടെ കുട്ടികളെ ഒന്ന് നെറുകയിൽ തൊടുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലവിധി വരെ മാറുന്ന ഒരു കാര്യമാണത്. മാതാപിതാ ഗുരുദൈവം എന്നാണല്ലോ. അപ്പോ ഗുരുവിന് എത്രത്തോളം, ദൈവത്തിനെ പോലും അത് കഴിഞ്ഞിട്ടാണ്. ആദ്യ ഗുരു എല്ലാവർക്കും മാതാവ് തന്നെയായിരിക്കും. കാരണം നമുക്ക് അമ്മയാണ് എല്ലാം പറഞ്ഞു തരുന്നത്. അച്ഛൻ മോനെ അച്ഛൻ അടക്കം പറഞ്ഞു തരുന്നത് അമ്മയാണ്. എല്ലാം കൂടുതലും അമ്മ തന്നെയാണ്. ആദ്യത്തെ ഗുരു എപ്പോഴും മാതാവാണ്, പിന്നീട് പിതാവ്, അതിനൊപ്പം തന്നെ പിതാവ്, പിന്നെ ഗുരു, പിന്നെയാണ് ദൈവം. ആ ഗുരുവിന് നമ്മുടെ സംസ്കാരത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഗുരുത്വമുള്ളവരായി നമ്മുടെ തലമുറ വളർന്നു വരണം. ഗുരുപൂർണിമയുടെ മഹത്വം എന്താണെന്ന് അവർ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഓരോ മാതാപിതാക്കളും വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ അത് സാധ്യമാകും. നിങ്ങൾക്ക് സ്കൂളിൽ കൊടുക്കാൻ പറ്റിയില്ലേച്ചാൽ ട്യൂഷൻ പഠിക്കുന്നിടത്തോ എങ്ങനെയാണ്, നമ്മുടെ മനസ്സിലൊരു പ്രിയപ്പെട്ട അധ്യാപകരുണ്ടാവുമല്ലോ, സമർപ്പിക്കാം. ഇനിയും ദക്ഷിണ കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഇന്നത് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. ഒരടക്കയും ഒരു നാണയത്തൊട്ടും വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഒക്കെ നമ്മുടെ മനസ്സും നമ്മുടെ സാഹചര്യങ്ങളുമാണ്. ആ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഇപ്പോൾ എനിക്ക് നിങ്ങളോട് ഈ സംസാരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഗുരുമുഖത്ത് നിന്നും ഞാൻ ഗുരുത്വത്തോടുകൂടി പഠിച്ച് ഒരാളുടെ ശിഷ്യയായതിനു ശേഷമാണ്. ഒരാളുടെ അല്ല, 2 അധ്യാപകർ നിലവിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന കാര്യം എന്നിലേക്ക് എത്തിക്കുന്നതും അതിൻ്റെ വിധികൾ പറഞ്ഞു തരുന്നതും 2 അധ്യാപകരാണ്. അവരെൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുക്കന്മാർ അവരാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുക്കന്മാർ അവരാണ്. കാരണം എനിക്ക് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഈ അറിവുകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഗുരുമുഖത്തു നിന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ 2 ഗുരുക്കന്മാരുണ്ട്. അപ്പോൾ എൻ്റെ മാതാപിതാ ഗുരുർ ദൈവം എന്ന് പറയുമ്പോൾ എൻ്റെ മാതാവ് മരണപ്പെട്ടു പോയതാണ്. എൻ്റെ അമ്മയ്ക്ക് മനസ്സാൽ ഒരു ദക്ഷിണ വെച്ച് എൻ്റെ പിതാവിനെ തൊട്ട് നമസ്കരിച്ച്, പിന്നീട് നമ്മൾക്ക് ഭഗവാന്മാര് ചിലർക്കുണ്ടാവും. കൃഷ്ണനാവാം, ദേവിമാരാവാം,
ആരുമാവാം, മുരുകനാകാം, ശിവഭഗവാനാകാം, നിങ്ങൾ ഗുരുസ്ഥാനത്ത് കണ്ട് ഒരടക്കയും വെറ്റിലയും ഒരു നാണയവും വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ ഗുരുക്കന്മാരെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അതായത് ഗുരുക്കന്മാർക്ക് ദക്ഷിണ കൊടുക്കാൻ പറ്റുന്നില്ല വെച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. എനിക്കിപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള അറിവുകൾ തന്ന ഗുരുക്കന്മാരെ എനിക്ക് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ അത് ചെയ്യും. പിന്നീട് എൻ്റെ ഭഗവാന്മാർക്ക് ദക്ഷിണ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഗുരുക്കന്മാരെ കണ്ട് ഒന്ന് തൊട്ട് തലയെ തൊട്ട് തൊഴാൻ പറ്റുന്നില്ല വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭഗവാനെ ഗുരുവായി കണ്ട് തൊട്ട് നമസ്കരിക്കാം. ഗുരുപൂർണിമ ഒരിക്കലും നമ്മുടെ മക്കൾക്ക് മിസ് ചെയ്യരുത്. നാളെ ഒരു ദിവസം മത്സ്യമാംസാദികൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാതെ രാവിലെ അവരെ കുളിച്ച് ശുദ്ധമാക്കി ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഇവർ സ്കൂളിൽ നമ്മൾ കൊണ്ടാക്കുന്ന മക്കളല്ലെങ്കിൽ പറഞ്ഞു വിടുക. പറ്റുവെച്ച ടീച്ചറിൻ്റെ കാലിൽ തൊട്ട് നമസ്കരിക്കണം. ഒന്നും കൊടുക്കുക എന്നുള്ളതല്ലേ. ടീച്ചർ എന്താന്ന് ചോദിച്ചാൽ ഇന്ന് ഗുരു പൂർണിമയാണ്, എൻ്റെ ഗുരുവിനെ നമസ്കരിക്കേണ്ട ദിവസമാണ്. അതിലൊരു മോശമില്ല മക്കളെ, ഒരു മോശമില്ല. ആരെങ്കിലും കണ്ടു നേരിട്ട് എന്ത് തോന്നുന്നൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടാവാം. അങ്ങനെയൊന്നുമില്ല. ആരെക്കാട്ടിലും അതിനർഹര് നിങ്ങളാണ്. നിങ്ങളുടെ ഗുരുവിന് ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു കാര്യവും അതായിരിക്കും. തൻ്റെ ശിഷ്യര് തന്നെ ഓർത്തു വന്ന് നമസ്കരിക്കുന്നതിനോളം ഒരു ഗുരുവിന് സന്തോഷമുള്ള മറ്റൊരു കർമ്മവുമില്ല. അവരുടെ മനസ്സ് നിറയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം നന്മയിലേക്ക് എത്തും. ഞാനത് ഈ തലമുറയിലെ മക്കൾക്ക് വേണ്ടിയാണ് ഈ കാര്യം ഇപ്പോൾ പറഞ്ഞത്. കൂടാതെ പൗർണമിയെക്കുറിച്ച് അറിയാം. വാട്ടർ മാനിഫെസ്റ്റേഷൻ നമ്മളെല്ലാ മാസവും അത് പറയാറുള്ളതാണ്. എനിക്ക് ഡയറക്റ്റ് നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ചില ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ്. വാട്ടർ മാനിഫെസ്റ്റേഷൻ നമ്മൾ കഴിഞ്ഞ മാസവും പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും പുതുതായി കേൾക്കുന്നവർക്കായിട്ട് പറയാണ്. ഒരു ചില്ലുകുപ്പിയിൽ വെള്ളം വെച്ചതിന് ശേഷം കൈകൊണ്ട് അടച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കണം. നമ്മളുടെ എന്ത് കാര്യമാണോ നടക്കാനുള്ളത് ഒരു 5 മിനിറ്റ് എടുത്ത് ചന്ദ്രനെ നോക്കി അത് പ്രാർത്ഥിക്കണം. മാനിഫെസ്റ്റ് ചെയ്യണം. ആ കാര്യം നടന്നതായി പ്രാർത്ഥിക്കണം. 108 പ്രാവശ്യം ചന്ദ്രമൗലീശ്വരായ നമ ചന്ദ്രനെ നോക്കി ചൊല്ലണം. അത് വേറെയാണ് ചൊല്ലേണ്ടത്. ഇത് വാട്ടർ മാനിഫെസ്റ്റേഷൻ കയ്യിൽ കുപ്പി വെച്ചിട്ട് വെള്ളം കൈകൊണ്ട് അടച്ചു പിടിച്ചിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അതിലേക്കൊരു എനർജി, നമ്മളിൽ നിന്നൊരു എനർജി അതിലേക്ക് വരും. ആ ചന്ദ്രന്റെ പ്രകാശം അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പവറോടാവുമ്പോഴത്തേക്ക് അതൊരു വേറെ ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റാത്തവർക്ക് നാളെ ചെയ്യാം. ചൊവ്വാഴ്ച ചെയ്യാൻ പറ്റാത്തവർക്ക് നാളെ ചെയ്യാം. അപ്പോൾ വീണ്ടും പറയുകയാണ്, എന്താണ് വാട്ടർ മാനിഫെസ്റ്റേഷൻ? കാരണം വാട്ടർ മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഒരുപാട് പേർക്ക് അറിയാത്തുണ്ടാവും. അവർക്ക് വേണ്ടി വീണ്ടും പറയുകയാണ്. ഒരു ബോട്ടില് ചില്ലുകുപ്പിയിലെ വെള്ളം നമ്മൾ പിടിച്ചിട്ട് നമ്മൾ നടക്കാനുള്ള വലിയ ആഗ്രഹം പ്രാർത്ഥിക്കുക. ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കുക. അപ്പോൾ ചന്ദ്രനിൽ നിന്നൊരു ചന്ദ്രന്റെ കിരണങ്ങൾ നമ്മളിലേക്കും ഈ ജലത്തിലേക്കും പ്രവഹിക്കുന്നതായിട്ട് നമുക്ക് ഒരു ചിന്ത വരിക. അത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പവർ വരുന്നതായിട്ട് നമുക്ക് തനിയെ തോന്നും. അപ്പോൾ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് ആ ബോട്ടിൽ അടച്ച് ചന്ദ്രപ്രകാശം കിരണങ്ങൾ അടിക്കുന്ന രീതിയിൽ വെക്കുക. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അതെടുത്ത് കുടിക്കുക. ഇതാണ് വാട്ടർ മാനിഫെസ്റ്റേഷൻ. വളരെ ചുരുക്കി പറയാനുള്ള കാരണം നമ്മൾ എല്ലാ മാസവും പറയുന്നത് കൊണ്ടാണ്. വാട്ടർ മാനിഫെസ്റ്റേഷൻ ഒരിക്കലും മിസ് ചെയ്യരുത്. കാര്യം ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം വാങ്ങിച്ചാൽ സാധ്യമല്ലാത്തതായിട്ടൊന്നുമില്ല. പിന്നീട് ചന്ദ്രമൗലീശ്വരായ നമ 108 പ്രാവശ്യം ചൊല്ലാൻ മറക്കരുത്. ചന്ദ്രപ്പൊങ്കാലയൊക്കെ നാളെ ഇടാം. അത് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഈ ചന്ദ്രമൗലീശ്വരായ നമ ചൊല്ലാൻ യാതൊരു കാരണവശാലും മറക്കരുത്. വാട്ടർ മാനിഫെസ്റ്റേഷനും നിങ്ങൾ മിസ് ചെയ്യരുത്. ഈ 2 കാര്യങ്ങളും നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം. അപ്പം ഗുരുപൂർണിമ ഒരിക്കലും നമ്മുടെ മക്കൾക്ക് നഷ്ടമാക്കരുത്. ഓരോ മാതാപിതാക്കളും വിചാരിച്ചാൽ അത് ഈസി ആയിട്ട് നടക്കും. ഗുരു എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ അജ്ഞതയിൽ നിന്നും വെളിച്ചത്തിലേക്ക്, അറിവിലേക്ക് കൊണ്ടുവരുന്നതാണ് ഗു എന്ന പദത്തിന്റെ അർത്ഥം. അപ്പോൾ ആ ഗുരു നമ്മുടെ എല്ലാ ഇരുട്ടുകളെയും, അജ്ഞതയിൽ നിന്നും നമ്മളെ വെളിച്ചത്തേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ ജീവന്റെ ഒരു വലിയൊരു പാർട്ടാണ് ഗുരു. ഗുരുക്കന്മാർ എന്നും
നമ്മൾ നമ്മുടെ രക്ഷിതാക്കളെ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും പോലെ തന്നെ നമ്മുടെ ഗുരുക്കന്മാരെ ബഹുമാനിക്കണം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഭാവിയിൽ വിദ്യാഭ്യാസം കൊണ്ട് ഗുണമുണ്ടാവുള്ളൂ. അവർക്ക് അവരുടെ ജീവിതത്തിന് ഒരു ഐശ്വര്യം ഉണ്ടാവും. കാരണം ഗുരു നിന്ന ഒരിക്കലും വാങ്ങിച്ചു വെക്കരുത് മക്കളെ. തലമുറയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഗുരുക്കന്മാരെ റെസ്പെക്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. ചിലപ്പം രണ്ടു ഭാഗത്തും മിസ്റ്റേക്സ് ഉണ്ടാകാം, എങ്കിലും ഒരിക്കലും ഗുരു നിന്ദയ്ക്ക് പാത്രമാകരുത്. എൻ്റെ ഒരു അപേക്ഷയാണ്. ഓരോ പേരൻസും അതിന് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വാട്ടർ മാനിഫെസ്റ്റേഷൻ ഇന്ന് പറ്റിയില്ലെങ്കിൽ നാളെ നിങ്ങൾ ചെയ്യണം. ഇന്ന് പറ്റിച്ചാൽ ഇന്ന് ചെയ്യണം. ഇന്ന് ചെയ്യുന്ന കൂടുതൽ ഉത്തമം. അപ്പം ഇന്ന് ചെയ്യാൻ പറ്റിയില്ല വെച്ചാൽ ചെയ്യാതിരിക്കരുത്, നാളെ ചെയ്യണം. നാളെ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഗുരുപൂർണിമയ്ക്ക് അവരുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം വാങ്ങിക്കണം. ഒന്നും പറ്റിയില്ല, ഞാൻ പറഞ്ഞ പോലെ ഒന്നും പറ്റിയില്ല വെച്ചാൽ കാലിൽ തൊട്ടെങ്കിലും അനുഗ്രഹം വാങ്ങിക്കാൻ ശ്രമിക്കണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ ഒരു ചെറിയ കാര്യം നിങ്ങളുമായിട്ടത് പറയാനാണ് വന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാ മക്കൾക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. സുസന്തതികളായി നമ്മുടെ മക്കളെല്ലാം വളരട്ടെ. ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്ന മക്കളായിട്ട് വളരട്ടെ. പിന്നെ മുതിർന്നവർ, നിങ്ങൾ നിങ്ങളുടെ ഗുരുക്കന്മാരെ ഒന്ന് വിളിക്കുകയോ നാളെ കാണുകയൊക്കെ ചെയ്താൽ അവർക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുതായിരിക്കും എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്കും അതിന് സാധിക്കട്ടെ. സാധിക്കാത്തവർ മനസ്സുകൊണ്ട് അവർക്ക് തൊട്ട് സമർപ്പിച്ചതായി സങ്കല്പിക്കുക. ഭഗവാനെ ഗുരുസ്ഥാനത്ത് കണ്ട് ഭഗവാന്റെ തൃപ്പാദത്തിൽ തൊട്ട് നമസ്കരിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.